കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയാണ്. അവിടെ കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിയുടെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗിയെ പരിചരിക്കാനുള്ള യാതൊരു സംവിധാനവും ആശുപത്രിയിൽ ഇല്ല എന്നാണ് യുവതിയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം എന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ആശുപത്രിയുടെ ക്ലിനിക്കൽ ലൈസൻസ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. അടിവയറിലെ കൊഴുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതി കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിലെത്തുന്നു. ശേഷം കഴിഞ്ഞ 3 മാസങ്ങളായി യുവതി അനുഭവിക്കുന്നത് തീരാ ദുരിതം. അണുബാധ മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നത് കൈകാലുകളിലെ 9 വിരലുകൾ. ഫെബ്രുവരി 22-നാണ് തിരുവനന്തപുരം സ്വദേശി നീതു സമൂഹ മാധ്യമത്തിലെ പരസ്യം കണ്ട് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാൻ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ എത്തുന്നത്. ശസ്ത്രക്രിയയെ തുടർന്ന് അണുബാധയുണ്ടാകുകയും യുവതിയുടെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരികയുമായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് രാത്രി എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതായത് 2.5 മാസമായിട്ടും അത് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് സക്സസ് ആയാൽ മാത്രമേ അതിൽ സ്കിൻ വന്ന് ഓടി ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ അണുബാധ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗുരുതരാവസ്ഥയിലോട്ട് പോകും. ഇമ്മ്യൂണിറ്റി കുറവായതിനാൽ അത് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാലേ നമ്മളൊരു പൂർണ്ണ ആരോഗ്യസ്ഥിതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ശസ്ത്രക്രിയ നടത്തുമ്പോൾ കോസ്മെറ്റിക് ആശുപത്രിക്ക് ക്ലിനിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. കുടുംബം പരാതിയുമായി രംഗത്തെത്തിയ ശേഷമാണ് ആശുപത്രിക്ക് ക്ലിനിക്കൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നത്. വിഷയം വിവാദമായതിനു പിന്നാലെ ഈ ക്ലിനിക്കൽ രജിസ്ട്രേഷനും റദ്ദാക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗിയെ പരിചരിക്കാനുള്ള യാതൊരു സംവിധാനവും ആശുപത്രിയിലില്ലെന്നും യുവതിയുടെ കുടുംബം പറയുന്നു. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നു, കുട്ടിക്ക് അതീവ ഗുരുതരമാണ്, ക്ഷീണമാണ്, ഇതെല്ലാം വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എത്തിക്കാനാണ് പറഞ്ഞത്. പിന്നെ അവിടെ ആംബുലൻസ് സൗകര്യമില്ല, മറ്റുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല, ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസുമില്ല. എന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് നേരിട്ട് അന്വേഷിച്ച് നമുക്കൊരു നീതി ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. അതേസമയം സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടാണ് മെഡിക്കൽ ബോർഡ് DMO അടങ്ങുന്ന എത്തിക്സ് കമ്മിറ്റിക്ക് നൽകിയത്. BP-യിൽ മാറ്റമുണ്ടായപ്പോൾ യഥാസമയം ചികിത്സ നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പക്ഷേ റിപ്പോർട്ടിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എത്തിക്സ് കമ്മിറ്റി ഈ റിപ്പോർട്ട് തള്ളുകയായിരുന്നു. സമഗ്ര അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മിറ്റി മെഡിക്കൽ ബോർഡിന് നിർദ്ദേശം നൽകി. മെഡിക്കൽ ബോർഡ് വീണ്ടും റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും പോലീസിന്റെ തുടർ നടപടികൾ. ഒരാശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയാണ്. യുവതിയുടെ കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു. നീതി വേണമെന്നാവശ്യപ്പെടുന്നു. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.